സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെയും തോളിലിട്ടുകൊണ്ട് നടന്നു തുടങ്ങി. വേതാളം അടുത്ത കഥ പറയാൻ തുടങ്ങി. കാർത്തികൻ എന്നു പേരുള്ള ഒരു യുവാവ് യാത്രാമധ്യേ ലതാംഗി എന്നൊരു യുവതിയെ കണ്ടു. അവന് അവളോട് അനുരാഗം തോന്നി. അവൻ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. അവൾക്കും വിവാഹത്തിന് സമ്മതമായി. എങ്കിൽ തൻ്റെ നാട്ടിലെത്തി വിവാഹിതരാകാം എന്നായി യുവാവ്. അതനുസരിച്ച് അവർ ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. വഴി കുറേ ഉണ്ടായിരുന്നു നടക്കാൻ. പോകുന്ന വഴി ഒരു സംഘം കൊള്ളക്കാർ അവരെ ആക്രമിച്ചു. എന്നാൽ ധീരനായ കാർത്തികൻ അവരുമായി ഏറ്റുമുട്ടി. കൊള്ളക്കാരെ അയാൾ തുരത്തി ഓടിക്കുക തന്നെ ചെയ്തു. ലതാംഗി കാർത്തികൻ്റെ ധൈര്യത്തെ പുകഴ്ത്തിയെങ്കിലും അയാൾ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. പോകുന്ന വഴി അവർ ഒരു നഗരത്തിലെത്തി. ലതാംഗിയെ ഒരു ക്ഷേത്രത്തിന് മുന്നിലിരുത്തി അയാൾ പുറത്തേക്കിറങ്ങി. തങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ സത്രങ്ങൾ വല്ലതുമുണ്ടോ എന്നന്വേഷിച്ചായിരുന്നു അയാൾ നടന്നിരുന്നത്. അതിനിടെ ഒരു ദാസി അയാളെ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ അവരുടെ സൽക്കാരവും ഏറ്റുവാങ്ങി ലോകകാര്യങ്ങളും പറഞ്ഞിരുന്ന കാർത്തികൻ ലതാംഗി തന്നെ കാത്ത് ക്ഷേത്രമുറ്റത്തിരിക്കുന്ന കാര്യം ഓർത്തതേയില്ല. ലതാംഗി ക്ഷേത്രത്തിന് മുന്നിലുള്ള ആൽത്തറയിൽ ഏറെ നേരം തൻ്റെ ഹൃദയേശ്വരനെ കാത്തിരുന്നു. നേരം സന്ധ്യയായി. ആ സമയം ക്ഷേത്രത്തിലെത്തിയ ഒരു യുവാവ് അവളെ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. ഒറ്റയ്ക്ക് നഗരത്തിൽ രാപ്പാർക്കുന്നത് ശരിയല്ലെന്നും കള്ളന്മാരുടെ ശല്യമുണ്ടെന്നും അയാൾ പറഞ്ഞപ്പോൾ ലതാംഗി അനുസരിച്ചു. തുടർന്ന് ലതാംഗി അയാളുടെ വീട്ടിൽ താമസമാക്കി. ഒരാഴ്ച കഴിഞ്ഞിട്ടും കാർത്തികനെ കാണാനില്ല എന്നായപ്പോൾ ആ യുവാവ് അവളെ വിവാഹം കഴിച്ചു. അവൾക്ക് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അതിനാലാണ് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത്. ഇതിനിടെ കാർത്തികൻ ലതാംഗിയെ തേടി അലയുകയായിരുന്നു. ക്ഷേത്രനടയിൽ അവളെ ഇരുത്തിപ്പോയതിനും ചുമതലാബോധമില്ലാതെ പെരുമാറിയതിനും അയാൾ സ്വയം ശപിച്ചു. പക്ഷേ പറഞ്ഞിട്ട് എന്തു ഫലം? അവളെ അവന് കണ്ടെത്താനായില്ല. ഇതിനകം ലതാംഗിയുടെ വിവാഹം നടന്നിരുന്നു. ഒരിക്കൽ അവരുടെ വീട്ടിനുള്ളിൽ ഒരു എലി പാഞ്ഞു നടക്കുന്നത് കണ്ട ഭർത്താവ് അതിന് പിന്നാലെ ഓടി എലിയെ അടിച്ചു കൊന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള വീരവാദമായി. എന്നെ കളിപ്പിക്കാൻ അവനെക്കൊണ്ട് സാധിക്കുമോ? ഞാനാരാ കക്ഷി? ഒറ്റയ്ക്കല്ലേ പൂച്ചയുടെ വലിപ്പമുള്ള എലിയെ ഞാൻ വകവരുത്തിയത്? ചില്ലറ കാര്യമാണോ? വേറെ ആരാണെങ്കിലും ഒന്ന് ഭയന്നേനെ. ഞാൻ ഉന്നം നോക്കി ഒറ്റയേറ്. എലി ഠിം. ഇനി എലിയല്ല പുലിയാണെങ്കിലും വിടുന്നവനല്ല ഈ ഞാൻ. നീണ്ടു പോയ ആ വിടുവായത്തം കേട്ടപ്പോൾ ലതാംഗി പഴയ സംഭവമാണ് ഓർമ്മിച്ചത്. എന്തും ചെയ്യാൻ മടിക്കാത്ത ആയുധധാരികളായ കൊള്ളക്കാരെ ഒറ്റയ്ക്ക് നേരിട്ട ധീരൻ കാർത്തികനെ അവൾ സ്മരിച്ചു. ഇത്രയൊക്കെ ധീരത കാട്ടിയിട്ടും അയാൾ സ്വയം പുകഴ്ത്തിയതില്ല. അതാണ് ബുദ്ധിമാന്റെ ലക്ഷണം. ഒരു എലിയെ തല്ലിക്കൊന്നതിൻ്റെ പേരിൽ കേമത്തം നടിക്കുന്ന തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് പുച്ഛം തോന്നി. കാർത്തികനെ മറക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന സത്യം അവൾ മനസ്സിലാക്കി. അന്നു രാത്രി ലതാംഗി തൻ്റെ ജീവനൊടുക്കി. തൻ്റെ ഭാര്യയുടെ മരണത്തിൽ മനംനൊന്ത് ഭർത്താവും മരിച്ചു. വിവരം കേട്ടറിഞ്ഞെത്തിയ കാർത്തികൻ ലതാംഗിയുടെ ചേതനയേറ്റ ശരീരം കണ്ട് ആർത്തലച്ച് വീണു മരിച്ചു. ഈ വിവരമെല്ലാം അറിഞ്ഞ ദാസി താനാണല്ലോ ഇതിനെല്ലാം കാരണം എന്ന ചിന്തയോടെ തൻ്റെ ജീവൻ ഉപേക്ഷിച്ചു. ഇതിൽ ആരുടെ മരണത്തിനാണ് ശ്രേഷ്ഠത? വേതാളം ചോദിച്ചു. ദാസിയൊഴികെ മറ്റെല്ലാവരും പ്രേമവും മോഹഭംഗവും മൂലമാണ് മരിച്ചത്. എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രേരണയുമില്ലാതെ ഒരു പ്രായശ്ചിത്തം എന്ന മട്ടിൽ ജീവൻ വെടിഞ്ഞവളാണ് ആ ദാസി. ആ മരണത്തിലാണ് ശ്രേഷ്ഠത. വിക്രമാദിത്യൻ്റെ ഈ വാക്കുകൾ കേട്ട് വേതാളം ഓടി മുരുക്കുമരത്തെ ശരണം പ്രാപിച്ചു. വിക്രമാദിത്യൻ പിന്നെയും വേതാളത്തെ പിടിച്ച് തോളത്തിട്ട് നടക്കാൻ തുടങ്ങി. വേതാളം പതിവ് പോലെ കഥ പറയാനും തുടങ്ങി. ഒരു പിതാവും അയാളുടെ യുവാവായ മകനും തീർത്ഥയാത്ര നടത്തുകയായിരുന്നു. വീട്ടിൽ മടങ്ങിയെത്തിയാലുടൻ മകൻ്റെ വിവാഹം നടത്തണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പിതാവ് പറഞ്ഞു. ഞാൻ വിവാഹം കഴിച്ച് വേറെ ഗൃഹത്തിൽ താമസമാക്കിയാൽ അച്ഛൻ്റെ കാര്യം നോക്കാൻ ആരുണ്ട്? അതായിരുന്നു മകൻ്റെ വിചാരം. അതിന് അയാളൊരു ഉപായവും കണ്ടുപിടിച്ചു.
എൻ്റെ വിവാഹത്തോടൊപ്പം അച്ഛൻ്റെ വിവാഹവും നടത്താം. അപ്പോൾ അച്ഛനും ഒരു കൂട്ടായല്ലോ. അച്ഛൻ അതിനെതിര് പറഞ്ഞില്ല. പോകുന്ന വഴിയെ അന്വേഷണം നടത്താമെന്നും തങ്ങൾക്കിരുവർക്കും ചേർന്ന ബന്ധം കണ്ടുപിടിക്കാമെന്നും അവർ തീരുമാനിച്ചു. നടന്ന് അവർ ഒരു നദീതീരത്തെത്തി. നദിയിലിറങ്ങി കാലു കഴുകി കൽപ്പടവുകൾ കയറാൻ തുടങ്ങിയപ്പോൾ 2 സ്ത്രീകൾ നടന്നുപോയ നനഞ്ഞ കാൽപ്പാടുകൾ അവർ കൽപ്പടവുകളിൽ കണ്ടു. 2 സ്ത്രീകൾ അല്പം മുമ്പ് ഇതുവഴി നടന്നു പോയിട്ടുണ്ട്. അവർ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. അച്ഛൻ പടവുകളിൽ നോക്കി പറഞ്ഞു. ഇതിൽ വലിയ കാൽപ്പാടുള്ള സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കും. ചെറിയ കാൽപ്പാടിൻ്റെ ഉടമയെ നീയും വിവാഹം കഴിക്കണം, അച്ഛൻ നിർദ്ദേശിച്ചു. അങ്ങനെ തന്നെ എന്ന് മകനും തീർച്ചപ്പെടുത്തി. അല്പനിമിഷങ്ങൾക്കകം അവർ ഒരു ആൽത്തറയുടെ മുന്നിൽ ചെന്നു ചേർന്നു. അവിടെ ഒരു അമ്മയും മകളും യാത്ര ചെയ്ത് ക്ഷീണിച്ച് വിശ്രമിക്കാനിരിക്കുന്നു. അവരും പുഴയിലിറങ്ങി കാൽ കഴുകി കയറി വന്നതാണെന്ന് സ്പഷ്ടം. വലിയ കാൽപാദത്തിൻ്റെ ഉടമ മകളായിരുന്നു, ചെറിയ പാദം അമ്മയുടേതും. അച്ഛനും മകനും ആ സ്ത്രീകളെ വിവാഹം കഴിച്ചു. പെൺകുട്ടിയെ അച്ഛനാണ് വേട്ടത്, ആ കുട്ടിയുടെ അമ്മയെ മകനും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യം മാറ്റരുതല്ലോ. നാളുകൾ കഴിഞ്ഞപ്പോൾ 2 പേർക്കും കുട്ടികളായി. ആ കുട്ടികൾ ആരെ എന്തു പറഞ്ഞു വിളിക്കണമെന്നതായി പ്രശ്നം. ഇവർ തമ്മിലുള്ള ബന്ധം എന്തു പേരിട്ട് വിളിക്കും? വേതാളം വിക്രമാദിത്യനു നേരെ തിരിഞ്ഞ് ആ ചോദ്യം ചോദിച്ചു. ഇവർ തമ്മിലുള്ള ബന്ധമുറ ഏതാണ്? ചോദ്യം കേട്ടതോടെ വിക്രമാദിത്യനും ചിന്തയിലായി. ഉത്തരം പറയാൻ വിക്രമാദിത്യന് വിഷമിക്കുന്നത് കണ്ടപ്പോൾ വേതാളം പ്രസന്നനായി. ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് വേതാളം ഉന്നയിച്ചത്. പതിവ് പോലെ മുരുക്കുമരത്തിലേക്ക് ഓടാൻ വേതാളം മുതിർന്നില്ല. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായി. അങ്ങ് സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവ് തന്നെയല്ലേ? വിക്രമാദിത്യൻ തലകുലുക്കി. ആ ക്ഷണം വേതാളം തൻ്റെ കഥ പറഞ്ഞു. ആദരണീയനായ വിക്രമാദിത്യ ചക്രവർത്തിക്ക് നമസ്കാരം. ഞാൻ ഇത്ര നേരവും പറഞ്ഞത് മറ്റുള്ളവരെ പറ്റിയുള്ള കഥകളാണ്. ഇനി എന്നെപ്പറ്റി പറയാം. കാളഹസ്തിനം എന്ന രാജ്യത്തെ ഒരു ക്ഷേത്രത്തിൽ കഴുകക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു ഞാൻ. തികഞ്ഞ ഭക്തിയോടും കൃത്യതയോടും കൂടി ഞാൻ എൻ്റെ ജോലി ചെയ്തു. ഒരു ദിവസം ജോലിക്കിടെ ഞാൻ പുറത്തുപോയി. മടങ്ങി വന്നപ്പോഴേക്കും ഇത്തിരി താമസിച്ചു. ക്ഷേത്രത്തിൻ്റെ നടയടച്ച് ശാന്തിക്കാരൻ സ്വഗൃഹത്തിലേക്ക് പോയതായി കണ്ടു. ക്ഷേത്രത്തിൻ്റെ സോപാനത്തിന് സമീപത്തായി എനിക്കുള്ള നിവേദ്യാംശവും മറ്റും മാറ്റിവെച്ചിട്ടാണ് സാധാരണ പൂജാധികാരി നടയടച്ച് പോകാറുള്ളത്. അവ എടുക്കാമെന്ന് കരുതി അവിടേക്ക് ചെന്നപ്പോൾ അകത്ത് 2 പേർ തമ്മിൽ സംഭാഷണം നടക്കുന്നു. ഞാനത് ഒളിച്ചു നിന്ന് കേട്ടു. ശ്രീ പരമേശ്വരൻ ശ്രീപാർവതിയോട് പറഞ്ഞ 24 കഥകളാണ് ഞാൻ കേട്ടത്. ഓരോ കഥയും പറഞ്ഞ് അതിലടങ്ങിയ ചോദ്യത്തിൻ്റെ ഉത്തരവും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. 24ാമത്തെ കഥയിലെ ചോദ്യത്തിന് ഉത്തരമില്ല. അതിനാൽ അദ്ദേഹം അതിൻ്റെ ഉത്തരം പറഞ്ഞില്ല. കഥകളെല്ലാം കേട്ട് അത്യാശ്ചര്യത്തോടെ ഞാൻ നിവേദിച്ചോറും മറ്റും എടുത്തുകൊണ്ട് തിരികെ പോന്നു. സമയം ഏറെ വൈകിയിരുന്നു. ഞാൻ വൈകിയെത്താനുണ്ടായ കാരണം സഹധർമ്മിണിക്ക് അറിഞ്ഞേ തീരൂ. പല ഒഴികഴിവും പറഞ്ഞു നോക്കിയിട്ടും അവൾ സമ്മതിക്കുന്ന മട്ടു കണ്ടില്ല. ഒടുവിൽ ശ്രീ പരമേശ്വരൻ പറഞ്ഞ കഥകളെല്ലാം ഞാൻ അവളോട് പറഞ്ഞു. പിറ്റേന്ന് അടുത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വന്ന സ്ത്രീകളോടെല്ലാം അവൾ ഈ കഥകൾ വിളമ്പി. അവരെല്ലാവരും നാട്ടിൽ ഇതെല്ലാം പറഞ്ഞു നടന്നു. അതീവ രഹസ്യമായി ചൊല്ലിയ കഥകൾ അവരവർക്ക് തോന്നിയപടി ഒട്ടും ഗൗരവം നൽകാതെയും ഒട്ടു പരിഹാസമായും നാട്ടുകാർ പറഞ്ഞു നടന്നു. ഒരു നാൾ സ്വപ്നത്തിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. അർഹതയില്ലാത്തവർ ആ കഥകൾ അനൗചിത്യപൂർവം പ്രയോഗിക്കുന്നതിനിടയാക്കും വിധം പറഞ്ഞു നടക്കുന്നത് എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണെന്നും അതിനാൽ ഞാനൊരു വേതാളമായി പോകട്ടെ എന്നും ശപിച്ചു. ഞാൻ അത്യധികം വിഷമത്തോടെ എനിക്ക് ശാപമോക്ഷം എന്ന് കിട്ടുമെന്ന് ചോദിച്ചു. 30 സംവത്സരത്തോളം നീ ഒരു മുരുക്കുമരത്തിൽ തലകീഴായി കിടക്കും. ഒരു നാൾ ഒരു മഹാരാജാവ് നിന്നെ ഈ മരത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ നീ ഈ 24 കഥകളെയും പറഞ്ഞു കേൾപ്പിക്കണം. ഒപ്പം ചോദ്യങ്ങളും ചോദിക്കണം. 23 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാൽ
അത് വിക്രമാദിത്യ മഹാരാജാവാണെന്ന് ഉറപ്പിക്കാം. പിന്നീട് 2000 സംവത്സരം നീ അദ്ദേഹത്തിൻ്റെ വാഹനമായി കഴിയും. അതോടെ നിനക്ക് ശാപമോക്ഷവും ലഭിക്കും. ഇതായിരുന്നു ശ്രീ പരമേശ്വരൻ്റെ അരുളപ്പാട്. അങ്ങാണ് ആ മഹാനായ വിക്രമാദിത്യ മഹാരാജാവ് എന്നെനിക്ക് ബോധ്യമായി. ഇനി ഞാൻ അങ്ങയുടെ ദാസനാണ്. ഇത്രയും പറഞ്ഞതിനു ശേഷം വേതാളം വിക്രമാദിത്യൻ ഏറ്റെടുത്ത ജോലിയെ സംബന്ധിക്കുന്ന രഹസ്യം വെളിവാക്കി. വർഷങ്ങൾ നീണ്ട തപസ്സിലാണെന്ന് പറഞ്ഞ് ഒരു താപസൻ വന്ന് വിളിച്ചിട്ടാണല്ലോ അങ്ങ് ഈ രാത്രി ഇവിടെ എത്തിയത്. അയാളുടെ പൂജയുടെ പരിസമാപ്തി ദിവസമാണിന്ന്. ഭൂലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള ശക്തി സമ്പാദിക്കാനാണ് ആ താപസന്റെ ശ്രമം. അതിനായി ഒട്ടനവധി രാജാക്കന്മാരെ അയാൾ കൊന്നുകഴിഞ്ഞു. അങ്ങയെ കൊല്ലുകയാണ് അടുത്ത ലക്ഷ്യം. വേതാളം പറഞ്ഞത് കേട്ടപ്പോൾ തനിക്കും ആ താപസനെപ്പറ്റി ചില സംശയങ്ങൾ തോന്നിയതായി വിക്രമാദിത്യൻ സൂചിപ്പിച്ചു. താപസന്റെ ഗൂഢോദ്ദേശം തകർക്കാനുള്ള സൂത്രങ്ങൾ വേതാളം പറഞ്ഞുകൊടുത്തു. വേതാളത്തെയും കൂട്ടി വിക്രമാദിത്യൻ താപസന്റെ ഗൃഹത്തിലെത്തി. താപസന് വലിയ സന്തോഷമായി. രാജാവിനോട് വേഗം കുളിച്ചു വരാൻ താപസൻ ആവശ്യപ്പെട്ടു. വലിയ ഹോമകുണ്ഡത്തിനരികിൽ ആളുന്ന തീയുടെ അപ്പുറം രാക്ഷസൻ പൂജ സമ്പൂർണ്ണമാക്കുന്നതിനായി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. കുളിച്ചു വന്ന വിക്രമാദിത്യനോട് അഗ്നികുണ്ഡത്തെ നമസ്കരിക്കാൻ താപസൻ ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങ് ഒന്ന് കാട്ടിയാൽ നന്നായിരുന്നു. അതുപോലെ ഞാനും ചെയ്യാം, വിക്രമാദിത്യൻ പറഞ്ഞു. താപസൻ എഴുന്നേറ്റ് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്നതെങ്ങനെ എന്ന് കാട്ടിക്കൊടുത്തു. അയാൾ തല കുനിച്ച വേളയിൽ മിന്നൽ വേഗത്തിൽ വിക്രമാദിത്യൻ തൻ്റെ വാൾ കയ്യിലെടുത്തു. അടുത്ത ക്ഷണം അത് അയാളുടെ കഴുത്തു നോക്കി പ്രയോഗിക്കുകയും ചെയ്തു. അയാളുടെ തല ഹോമത്തിയിൽ വീണെരിഞ്ഞു. അതോടെ അയാൾ കൊന്നൊടുക്കിയ രാജാക്കന്മാരെല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ലോകത്തിലെ സകല ജീവജാലങ്ങളെയും വലിയൊരു ആപത്തിൽ നിന്നും രക്ഷിച്ച വിക്രമാദിത്യ മഹാരാജാവിനെ ശ്രീഭദ്ര ഭഗവതി അനുഗ്രഹിക്കുകയും ചെയ്തു. രണ്ടാമത്തെ സാലഭഞ്ജിക കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ചോദിച്ചു, ഇത്രയും വീര്യവാനും പ്രതാപിയും പണ്ഡിതശ്രേഷ്ഠനുമായ ഒരു ഭരണാധികാരിയുടെ സിംഹാസനത്തിലാണ് കയറിയിരിക്കാൻ പുറപ്പെടുന്നതെന്ന് ഇനിയെങ്കിലും അങ്ങ് ധരിച്ചിരിക്കണം. ഭോജരാജൻ മറുപടിയൊന്നും പറഞ്ഞില്ല. നേരം സന്ധ്യയായതിനാൽ സന്ധ്യാവന്ദനവും പൂജാതി കാര്യങ്ങളും നിർവഹിക്കാൻ അദ്ദേഹം തിരക്കിട്ട് കൊട്ടാരത്തിലേക്ക് നടന്നു.